ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ടെക്നോളജി നമ്മളെ മടിയന്മാരാക്കാറുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗാഡ്ജറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ടെക് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഈ സഹായം കൊണ്ട് നമ്മൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നമ്മളെല്ലാം രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പം വർക്ക് ഫ്രം ഹോമുള്ള ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്, അല്ലാത്ത ആൾക്കാരെല്ലാം ജോലിക്ക് പോകുന്നുണ്ട്. നമ്മളിൽ 99% ആൾക്കാരും സ്വന്തം വാഹനത്തിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ടാക്സി, ബസ് എന്തെങ്കിലും ആയിക്കോട്ടെ, വാഹനങ്ങളിലാണ് പോകുന്നത്. അതിൽ ചുരുക്കം 1% ആൾക്കാർ മാത്രം നടന്നു പോകുന്നുള്ളൂ. ഇത് ഹെൽത്ത് ബേസ് ചെയ്ത് പറയുന്നൊരു കാര്യമല്ല. നമ്മളെ ശരിക്കും മടിയന്മാരാക്കുന്നത് ഒന്ന് നമ്മുടെ വാഹനം, പിന്നെ ഒരാളെ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ചെന്ന് സംസാരിക്കുക എന്നുള്ള രീതി മാറി ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാനും ഫോൺ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ പിന്നെ മടിയനാക്കിയ സെക്കൻഡ് കാര്യം ഫോണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നമുക്ക് ഏതൊരു വർക്കും ഇപ്പം എവിടെ ഇരുന്നും വെള്ളം ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഈ ഒരു റൂമിനകത്തിരുന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു ജോലി പോലെ തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ ജോലി തന്നെയാണ്. നമുക്ക് എല്ലാം വിരൽത്തുമ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ നഷ്ടങ്ങൾ എന്തെല്ലാം? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ എത്ര ജോബ് നഷ്ടപ്പെടുന്നുണ്ടെന്നും കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയായിരുന്നു. അങ്ങനെ ചിന്തിച്ച സമയത്താണ് എല്ലാവരുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഇതൊരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ തോട്ട്സ് ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം ജോലി പോയാൽ വാട്ട് നെക്സ്റ്റ്? കാരണം നമ്മളിപ്പം നമ്മുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിന് വേണ്ടി റീപ്ലേസ് ചെയ്യുന്ന ഓരോ ആക്സസറീസും നമ്മുടെ ടൈം ലാഭിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി റീപ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങുന്ന ഓരോ ആക്സസറീസും പോലെ തന്നെയാണ് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നാളെ ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന ആ ഒരു പേയ്മെൻറ്റ് കൂടുതലല്ലേ, എന്തുകൊണ്ട് ഇവനെ കട്ടാക്കി അവിടെ സ്ഥാനത്തൊരു മെഷീൻ വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ വാട്ട് നെക്സ്റ്റ്? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിനെക്കുറിച്ച്? ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ വർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്, ഇപ്പം ഞാൻ ഉൾപ്പെടെ എന്ന് പറയുന്നില്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നത് മാരുതിയിലാണ്. ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറേ നാൾ അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ വന്നായിരുന്നു, ഒന്ന് മാറി ചിന്തിച്ചാലോ, അല്ലെങ്കിൽ മാറി എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങുന്നു. പക്ഷേ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഫസ്റ്റ് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. എത്ര പേരിങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്? പിന്നെ ചില സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാവർക്കും ജോലിയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ബുദ്ധിമുട്ട്, ടെൻഷൻ, ഓവർലോഡ്, പ്രഷർ, ഇതെല്ലാം കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് പറയാൻ കേട്ടോ, നോ പ്രോബ്ലം. ഇതിനെക്കുറിച്ച് ഞാൻ കേൾക്കാൻ താല്പര്യമില്ല, ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കമൻറ്റും കൂടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി എന്താണ്? ഇതെല്ലാം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ്. ഏതായാലും ചിന്തിക്കുക. നിങ്ങളുടെ ഒരു കമൻറ്റും കൂടെ താഴെ കൊടുക്കുക. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം.